സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കമ്പനിയുടെ സാമ്പത്തിക പ്രകടനമൊക്കെയില്ലേ, അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന റിപ്പോർട്ടുകൾ, ഉം. അതിന്റെ പിന്നിലുള്ള നിയമങ്ങളെയും പിന്നെ അതിന്റെ ആശയങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരി. നിങ്ങളുടെ കയ്യിലുള്ള ആ പാഠപുസ്തകത്തിലെ 6-ാം അധ്യായമാണ് നമ്മൾ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ അക്കൗണ്ടിംഗ് നിയമങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആയി തോന്നാം. തോന്നാം. പക്ഷേ എന്തുകൊണ്ടാണിത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? പ്രത്യേകിച്ച് ഈ IFRS പോലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ. നിങ്ങൾക്കിതെങ്ങനെ ഉപകാരപ്പെടും? നമുക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? തീർച്ചയായും. നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് ഈ സാമ്പത്തിക റിപ്പോർട്ടിംഗ് നിയമങ്ങൾ എന്തിനാണ് ശരിക്കുമുള്ളത്, അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു റിപ്പോർട്ടിലെ വിവരം എപ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്രസക്തമാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നിയമപുസ്തകം വായിക്കുന്ന പോലെ അല്ലാതെ അതിന്റെ പിന്നിലെ ഒരു ലോജിക് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുതന്നെ വേണം. അപ്പോ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്തിനാണ് കമ്പനികൾക്ക് ഇങ്ങനെ നിയമങ്ങളൊക്കെ പാലിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? അവർക്ക് തോന്നിയതുപോലെ അങ്ങ് കണക്ക് കൊടുത്താൽ പോരെ? ആർക്കാണിതുകൊണ്ട് ഒരു ഗുണം? അത് നല്ലൊരു ചോദ്യമാണ്. ഒരു നിയന്ത്രണ ചട്ടക്കൂട്, ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയില്ലേ, അതില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ കമ്പനിയും അവർക്ക് തോന്നിയ പോലെ വിവരങ്ങൾ തരും. അപ്പം നിങ്ങൾക്ക് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ലോൺ കൊടുക്കുന്ന ബാങ്ക് എന്ന നിലയിൽ രണ്ട് കമ്പനികളെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. ശരിയാണ്. ഒരു കമ്പനി ലാഭം കാണിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റേ കമ്പനി കാണിക്കുന്നത്. അപ്പോ അവിടെ ആ വിശ്വാസം പോകും. അതുകൊണ്ട് ഈ സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കുന്ന ആളുകളില്ലേ, അതായത് നിക്ഷേപകർ, കടം കൊടുക്കുന്നവർ, മറ്റിടപാടുകൾ, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട, താരതമ്യം ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മിനിമം വിവരം കിട്ടണം. അത് ഉറപ്പാക്കാനാണ് ഈ ചട്ടക്കൂട്. ഇത് വെറുതെ കമ്പനികളുടെ ഇഷ്ടത്തിന് വിടുന്ന കാര്യമല്ല. ദേശീയ നിയമങ്ങൾ, പിന്നെ യൂറോപ്യൻ യൂണിയൻ പോലുള്ള കൂട്ടായ്മകളുടെ നിർദ്ദേശങ്ങൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയമങ്ങൾ ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ശരി. പണ്ടൊക്കെ ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങളായിരുന്നല്ലോ കൂടുതൽ. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ IFRS ഒക്കെ വന്നിട്ട് ലോകം മുഴുവൻ ഒരു ഏകീകരണത്തിലേക്ക് പോകുന്നതാണ്. ഈ ഹാർമണൈസേഷൻ എന്ന് പറയുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണമെന്താണ്? ഇത് വെറുതെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി മാത്രമാണോ? കാര്യങ്ങൾ എളുപ്പമാക്കും എന്നത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ചില നേട്ടങ്ങളുണ്ട്. ഒന്ന്, ഈ ഹാർമണൈസേഷൻ കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് പണം കണ്ടെത്താൻ കമ്പനികൾക്ക് എളുപ്പമായി. പണ്ടൊക്കെ ഒരു അമേരിക്കൻ ഇൻവെസ്റ്റർക്ക് ഒരു ഇന്ത്യൻ കമ്പനിയുടെ കണക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതെ. ഇപ്പോ IFRS കാരണം ഒരു കോമൺ ലാംഗ്വേജ് പോലെയായി. ഇത് ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കി. രണ്ടാമതായിട്ട്, പല രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനികളില്ലേ, അവർക്ക് ഓരോ രാജ്യത്തെയും കണക്കുകൾ അവിടുത്തെ ലോക്കൽ നിയമം അനുസരിച്ചുണ്ടാക്കുന്നതിന് പകരം ഒരു സ്റ്റാൻഡേർഡ് രീതി ഫോളോ ചെയ്താൽ മതി. ഇതവരുടെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പണിയും കുറയ്ക്കും, ചെലവും കുറയ്ക്കും. ശരി. മൂന്നാമതായി, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മൊത്തത്തിലുള്ള കണക്കുകൾ, ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അത് തയ്യാറാക്കുന്നത് എളുപ്പമായി. ഏറ്റവും പ്രധാനമായിട്ട്, നിങ്ങൾക്ക് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള കമ്പനികളുടെ പെർഫോമൻസും താരതമ്യം ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ആഹാ, കേൾക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ. ലോകം മുഴുവൻ ഒരേ നിയമം. പക്ഷേ ഇത് പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമാണോ? എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവില്ലേ? കാരണം ഓരോ രാജ്യവും ഓരോ പോലെയല്ലേ? തീർച്ചയായും തടസ്സമുണ്ടെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. ഒന്ന്, ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതെല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ നടപ്പാക്കുന്നുണ്ട്, കമ്പനികൾ അത് പാലിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പാക്കണ്ടേ? അതിന് നല്ല സ്ട്രോങ് ആയ എൻഫോഴ്സ്മെന്റ് മെക്കാനിസം വേണം. അതെല്ലായിടത്തും ഒരുപോലെ അല്ല. രണ്ട്, ഓരോ രാജ്യത്തെയും ലീഗൽ സിസ്റ്റം, പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, ജർമ്മനി പോലുള്ള ചില രാജ്യങ്ങളിൽ പണ്ട് ഈ അക്കൗണ്ടിംഗ് നിയമങ്ങൾ ഉണ്ടാക്കിയത് തന്നെ മെയിനായിട്ട് ടാക്സ് കണക്കാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എന്ത് വിവരം വേണം എന്നതിനേക്കാൾ പ്രാധാന്യം ടാക്സിനായിരുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് IFRSലേക്ക് മാറാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടായി. മൂന്നാമത്തെ കാര്യം, ചില രാജ്യങ്ങൾക്ക് അവരുടെ സ്വന്തം നിയമങ്ങൾ വിട്ടിട്ട് ഒരു ഇന്റർനാഷണൽ നിയമം എടുക്കാനൊരു മടി കാണും, ഒരു നാഷണലിസ്റ്റിക് റെസിസ്റ്റൻസ് ഉണ്ടാകാം.
ചെലവുണ്ട്, സമയവും വേണം. ഇതൊക്കെയാണെങ്കിലും 2005 യൂറോപ്യൻ യൂണിയനിലെ ലിസ്റ്റഡ് കമ്പനികൾ നിർബന്ധമായിട്ടും IFRSലേക്ക് മാറിയതും പിന്നെ ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് പോലുള്ള വലിയ രാജ്യങ്ങൾ ഇത് സ്വീകരിച്ചതും ഈ ഏകീകരണത്തിന് വലിയൊരു പുഷ് നൽകി. ഈ നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ 2 തരം അപ്രോച്ച് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന്, ഈ IFRS ഫോളോ ചെയ്യുന്ന തത്വങ്ങളിൽ അധിഷ്ഠിതമായത്, പ്രിൻസിപ്പിൾസ് ബേസ്ഡ്. മറ്റൊന്ന് അമേരിക്കയിലെ US GAAP ഒക്കെ പോലെ നിയമങ്ങളിൽ അധിഷ്ഠിതമായത്, റൂൾസ് ബേസ്ഡ്. ഈ തത്വങ്ങൾ, നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ബേസിക് വ്യത്യാസം? തത്വങ്ങളാകുമ്പോൾ കമ്പനികൾക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടില്ലേ? അത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയില്ലേ? നല്ല പോയിന്റ്. ഇതെപ്പോഴും ചർച്ച വരുന്ന ഒരു കാര്യമാണ്. തത്വങ്ങളിൽ അധിഷ്ഠിതമായ IFRS ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, അതായത് ഒരു ആശയപരമായ ചട്ടക്കൂടിനെ ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അത് കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് തരും. എന്നിട്ട് ഓരോ സാഹചര്യത്തിലും ആ തത്വങ്ങൾ വെച്ച് ഏറ്റവും സത്യസന്ധമായ ചിത്രം എങ്ങനെ കൊടുക്കാം എന്ന് കമ്പനികളും ഓഡിറ്റേഴ്സുമാരും അവരുടെ ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, പുതിയതും കോംപ്ലിക്കേറ്റഡ് ആയതുമായ ബിസിനസ് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അതിനൊരു സ്പെസിഫിക് റൂള് വരുന്നതുവരെ കാത്തിരിക്കേണ്ട. ഈ തത്വങ്ങൾ ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. ഇത് ഈ ഫയർ ഫൈറ്റിംഗ് ഒഴിവാക്കാൻ സഹായിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക് റൂൾസ് ഉണ്ടാകും. ഇതിന്റെ ഗുണമായിട്ട് പറയുന്നത്, റൂൾ വളരെ ക്ലിയർ ആയതുകൊണ്ട് കമ്പനികളെ താരതമ്യം ചെയ്യാൻ എളുപ്പമാണ്. കമ്പാരബിലിറ്റി. വേറൊരാൾക്ക് വന്ന് ഇത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ എളുപ്പമാണ്. വെരിഫയബിലിറ്റി. പിന്നെ കണക്കിൽ തിരുമറി കാണിക്കാനുള്ള പഴുതുകൾ കുറവാണ് എന്നൊക്കെയാണ്. ശരി. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, പുതിയ എന്തു വന്നാലും അതിന് പുതിയ റൂൾ ഇറങ്ങണം. അല്ലെങ്കിൽ കമ്പനികൾ ആ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് നോക്കാൻ തുടങ്ങും. നിങ്ങൾ ചോദിച്ച പോലെ തത്വങ്ങളിൽ അധിഷ്ഠിതമായ സിസ്റ്റത്തിൽ ഈ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിന് വലിയ റോളുണ്ട്. അപ്പോൾ അത് ദുരുപയോഗം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതൊരു റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് നല്ല സ്ട്രോങ് ആയ ഓഡിറ്റിങ്ങും മേൽനോട്ടവും ഒക്കെ ആവശ്യം വരുന്നത്. നമ്മൾ ഈ IFRS ഫൗണ്ടേഷൻ, IASB എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതെ, ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതിന്റെ ഏറ്റവും മുകളിലൊരു ഇൻഡിപെൻഡന്റ് ബോഡിയുണ്ട്. അതാണ് IFRS ഫൗണ്ടേഷൻ. ഇവരാണ് ഈ മൊത്തം സിസ്റ്റത്തിന്റെ ഒരു ഓവർസൈറ്റ് നടത്തുന്നത്, ഫണ്ടിംഗ് കണ്ടെത്തുന്നത്, ഇതിന്റെ കീഴിലുള്ള ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് ഒക്കെ. ഓക്കെ. ഫൗണ്ടേഷന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്, ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്ന, ഹൈ ക്വാളിറ്റിയുള്ള, എല്ലാവർക്കും മനസ്സിലാവുന്ന, നടപ്പാക്കാൻ പറ്റുന്ന, താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സെറ്റ് അക്കൗണ്ടിംഗ് നിയമങ്ങൾ, അതായത് IFRS സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുക, അതിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ലോകത്തുള്ള പലതരം അക്കൗണ്ടിംഗ് നിയമങ്ങളെ ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക, അതായത് കൺവേർജൻസ്. ഈ ലക്ഷ്യം നേടാൻ വേണ്ടി സ്റ്റാൻഡേർഡുകൾ പുറത്തിറക്കുന്ന ബോഡിയാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, IASB. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ IFRS നിയമങ്ങൾ എഴുതിയുണ്ടാക്കുന്നത്. അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്സ് ആണ്. പല രാജ്യങ്ങളിലെ അക്കൗണ്ടിംഗ് ബോഡികളുമായി സഹകരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ IASB കൂടാതെ വേറെയും ചില ബോഡികൾ ഇതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. IFRIC, IFRSA എന്നൊക്കെ ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ടല്ലോ. അവരുടെ റോൾ എന്താണ്? ഉണ്ട്. IASB ഒരു സ്റ്റാൻഡേർഡ് ഇറക്കിയാലും ചിലപ്പോൾ അത് പ്രാക്ടിക്കലി ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ ചില സംശയങ്ങൾ വരാം, അല്ലെങ്കിൽ തർക്കങ്ങൾ വരാം. വരാമല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാനാണ് IFRS ഇന്റർപ്രിട്ടേഷൻസ് കമ്മിറ്റി, അതായത് IFRIC പ്രവർത്തിക്കുന്നത്. നിലവിലുള്ള സ്റ്റാൻഡേർഡിൽ ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾക്ക് ഇവർ ഒരു വിശദീകരണം കൊടുക്കും. ഓക്കെ. മറ്റൊന്നാണ് IFRS അഡ്വൈസറി കൗൺസിൽ, IFRAC. ഇത് IASBക്ക് അഡ്വൈസ് കൊടുക്കാനും ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സ്, കമ്പനികൾ, ഓഡിറ്റർമാർ, അക്കാഡമിക്സ്, അങ്ങനെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും അഭിപ്രായങ്ങൾ IASBയിലേക്ക് എത്തിക്കാനുള്ളൊരു ഫോറമാണ്. അവർ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നതിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്ഡ് അല്ല, പക്ഷേ ബോർഡിന്റെ വർക്ക് പ്ലാനിനെ മറ്റും സ്വാധീനിക്കാൻ അവർക്ക് പറ്റും. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ എപ്പോഴും കേൾക്കുന്നൊരു പുതിയ വാക്കുണ്ടല്ലോ, സുസ്ഥിരത, സസ്റ്റൈനബിലിറ്റി. അതിന്റെ ഭാഗമായിട്ട് ഈ IFRS ഫൗണ്ടേഷന്റെ കീഴിൽ തന്നെ ഇന്റർനാഷണൽ സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ബോർഡ്, ISSB എന്ന് പുതിയൊരു ബോഡി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ സാമ്പത്തിക കണക്കുകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുകയാണോ?
വളരെ ശരിയായ ഒരു നിരീക്ഷണമാണത്. ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. 2021-ലുണ്ടാക്കിയ ISSBയുടെ ലക്ഷ്യം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒന്നായിട്ട് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗിനെയും മാറ്റുക എന്നതാണ്. ഓ, അതായത് ഒരു കമ്പനി പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു, സമൂഹത്തോട് എങ്ങനെ ഇടപെടുന്നു, അവരുടെ ഗവേണൻസ് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആണ്, ഇതിനെയാണ് നമ്മൾ ESG എൻവയൺമെന്റൽ, സോഷ്യൽ, ഗവേണൻസ് എന്ന് പൊതുവെ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാവുന്ന, താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിൽ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഗ്ലോബൽ ബേസ് ലൈൻ ഉണ്ടാക്കുക. കാരണം ഈ കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയുടെ ലോങ് ടേം നിലനിൽപ്പിനെയും ലാഭത്തിനെയും കാര്യമായിട്ട് ബാധിക്കുമെന്ന് ഇൻവെസ്റ്റേഴ്സ് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശരിയാണ്. ISSB 2023-ൽ 2 സ്റ്റാൻഡേർഡുകൾ ഇറക്കിയിട്ടുണ്ട്. IFRS S1, IFRS S2. ഇതിൽ IFRS S1 ആണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ, ഫണ്ട് കണ്ടെത്താനുള്ള കഴിവ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള എല്ലാ സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ട റിസ്കുകളെയും ഓപ്പർച്യൂണിറ്റീസിനെയും കുറിച്ച് ഇൻവെസ്റ്റേഴ്സിന് വിവരം കൊടുക്കുക. അതാണ് IFRS S1 ലക്ഷ്യമിടുന്നത്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും വരുന്നത്? അതിപ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. 1. കമ്പനിയുടെ ഗവേണൻസ്, അതായത് ഈ കാര്യങ്ങളൊക്കെ ആരാണ് കമ്പനിയിൽ നോക്കുന്നത്. 2. സ്ട്രാറ്റജി, കമ്പനി എങ്ങനെയാണ് ഈ റിസ്കുകളെയും അവസരങ്ങളെയും നേരിടാൻ പ്ലാൻ ചെയ്യുന്നത്. 3. റിസ്ക് മാനേജ്മെന്റ്, എങ്ങനെയാണ് ഈ റിസ്കുകൾ കണ്ടെത്തി, വിലയിരുത്തി മാനേജ് ചെയ്യുന്നത്. 4. മെട്രിക്സ് ആൻഡ് ടാർഗറ്റ്സ്, ഇതിലെ പുരോഗതി എങ്ങനെ അളക്കുന്നു, എന്താണ് ലക്ഷ്യം വെക്കുന്നത്. IFRS S2 ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ. അത് നമ്മുടെ സിലബസിലില്ല. കൊള്ളാം. അപ്പോൾ ഫിനാൻഷ്യൽ നമ്പേഴ്സിന്റെ കൂടെ ഈ സസ്റ്റൈനബിലിറ്റി വിവരങ്ങളും വരുന്നു. അപ്പോൾ ഈ നിയമങ്ങൾക്കും സ്റ്റാൻഡേർഡുകൾക്കുമൊക്കെ ഒരു പൊതുവായ അടിത്തറ വേണ്ടേ, ഒരു ഫിലോസഫി പോലെ? അതാണോ ഈ ആശയപരമായ ചട്ടക്കൂട് അഥവാ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്? ഇതെല്ലാ നിയമങ്ങൾക്കും മുകളിലുള്ള ഒന്നാണോ ഈ സ്റ്റാൻഡേർഡുകൾക്ക്? ഓക്കെ. ഇത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, വിവരങ്ങൾക്ക് എന്തു ഗുണങ്ങൾ വേണം, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ എലമെന്റ്സ് ഇല്ലേ, ആസ്തി, ബാധ്യത പോലുള്ളവ, അവയെ എങ്ങനെ നിർവചിക്കണം, എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ പറയുന്നു. പുതിയ IFRS സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുമ്പോൾ IASB ഇതിനെയാണ് ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു പ്രത്യേക ട്രാൻസാക്ഷനെക്കുറിച്ച് ഒരു സ്റ്റാൻഡേർഡിലും വ്യക്തമായി പറയുന്നില്ലെങ്കിൽ കമ്പനികൾക്ക് അവരുടെ അക്കൗണ്ടിംഗ് പോളിസി ഉണ്ടാക്കാൻ ഈ ഫ്രെയിംവർക്കിലെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാം. ഓഡിറ്റേഴ്സ്മാർക്കും യൂസർമാർക്കും ഇത് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. ഇത് എല്ലാ നിയമങ്ങൾക്കും മുകളിലാണോ? ഉത്തരം അല്ല. അല്ല. ഈ ഫ്രെയിംവർക്ക് ഒരു സ്റ്റാൻഡേർഡ് അല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക IFRS സ്റ്റാൻഡേർഡും ഈ ഫ്രെയിംവർക്കിലെ തത്വങ്ങളും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ ആ പ്രത്യേക IFRS സ്റ്റാൻഡേർഡിന്റെ റിക്വയർമെന്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഫ്രെയിംവർക്കിൻ്റെതല്ല. ഇത് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ശരി. അപ്പോൾ ഈ ചട്ടക്കൂടനുസരിച്ച് ആർക്കു വേണ്ടിയാണ് ഈ സാമ്പത്തിക റിപ്പോർട്ടുകൾ പ്രധാനമായും ഉണ്ടാക്കുന്നത്? എന്താണ് ഇതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം? ഫ്രെയിംവർക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ പ്രൈമറി യൂസേഴ്സ് എന്ന് പറയുന്നത് നിലവിലുള്ളതും പിന്നെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ളതുമായ ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ്, കടം കൊടുക്കുന്നവർ, പിന്നെ മറ്റ് ക്രെഡിറ്റർമാർ, ഇവരാണ്. യൂസേഴ്സിന് ആ കമ്പനിക്ക് റിസോഴ്സസ് കൊടുക്കണോ, അതായത് പണം നിക്ഷേപിക്കണോ, കടം കൊടുക്കണോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ യൂസ്ഫുൾ ആയ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കുക. അതാണ് പ്രധാന ലക്ഷ്യം. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, പെർഫോമൻസ്, ക്യാഷ് ഫ്ലോ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇവിടെ ഒരു അണ്ടർലൈയിങ് അസംഷൻ കൂടിയുണ്ട്, ഗോയിങ് കൺസേൺ. അതെ, അതായത് ഈ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നത് കമ്പനി ഉടനെ എങ്ങാനും പൂട്ടാനോ പ്രവർത്തനം നിർത്താനോ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു ധാരണയിലാണ്. അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം. കാരണം അത് ഇൻവെസ്റ്ററുടെ തീരുമാനങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ശരിയാണ്. അപ്പോൾ വിവരങ്ങൾ ഉപയോഗപ്രദമായിരിക്കണം എന്ന് വീണ്ടും പറയുന്നു. എന്താണ് ഒരു വിവരത്തെ ശരിക്കും ഉപയോഗപ്രദമാക്കുന്നത്? അതിന് ചില ക്വാളിറ്റീസ് വേണ്ടേ? അതാണോ ഈ ഗുണപരമായ സവിശേഷതകൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? അതെ, വെറുതെ കുറേ നമ്പറുകൾ കൊടുത്താൽ അത് യൂസ്ഫുൾ ആകണമെന്നില്ല.
ഈ ഫ്രെയിംവർക്ക് 2 ടൈപ്പ് ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഫണ്ടമെന്റൽ ക്വാളിറ്റീസ്. ഇവ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 2, എൻഹാൻസിംഗ് ക്വാളിറ്റീസ്. ഇവയുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൂടുതൽ യൂസ്ഫുൾ ആകും. ഓക്കെ, ഫണ്ടമെന്റൽ എൻഹാൻസിംഗ്. അതെ, ഫണ്ടമെന്റൽ 2 എണ്ണമാണുള്ളത്. ഒന്ന്, പ്രസക്തി. അതായത് ആ ഇൻഫർമേഷൻ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അതിന് ഒന്നുകിൽ ഭാവിയെപ്പറ്റി ഒരു പ്രിഡിക്ഷൻ നടത്താൻ സഹായിക്കണം, പ്രെഡിക്റ്റീവ് വാല്യൂ. ഉദാഹരണത്തിന്, ഈ വർഷത്തെ ലാഭം വെച്ച് അടുത്ത വർഷം എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റണം. അല്ലെങ്കിൽ പഴയ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് കൺഫേം ചെയ്യാൻ സഹായിക്കണം. കഴിഞ്ഞ വർഷം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നോ എന്ന് ഈ വർഷത്തെ കണക്ക് നോക്കി മനസ്സിലാക്കാം. ഇതിനോട് ചേർന്ന് വരുന്നൊരു ഐഡിയ ആണ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി. അതെ, ഒരു വിവരം വളരെ ചെറുതാണെങ്കിൽ അത് വിട്ടുപോയാലോ തെറ്റായി എഴുതിയാലോ നിങ്ങളുടെ ഡിസിഷനെ അത് മാറ്റില്ല. അപ്പം അത് ഇമ്മെറ്റീരിയലാണ്. പക്ഷേ ഒരു വിവരം നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ മാത്രം വലുതാണെങ്കിൽ അത് മെറ്റീരിയലാണ്. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ക്വാളിറ്റി വിശ്വസ്തമായ പ്രതിനിധാനം. അതായത് കണക്കുകൾ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യത്തെ അല്ലെങ്കിൽ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെ സത്യസന്ധമായി കാണിക്കണം. അതിന് 3 കാര്യങ്ങൾ വേണം. വിവരം കംപ്ലീറ്റ് ആയിരിക്കണം, ആവശ്യമുള്ളതൊന്നും വിട്ടുപോകരുത്, ന്യൂട്രൽ ആയിരിക്കണം, ഒരു സൈഡിലേക്ക് ചായ്വ് കാണിക്കരുത്, പിന്നെ വലിയ തെറ്റുകൾ ഉണ്ടാകരുത്. ഫ്രീ ഫ്രം സിഗ്നിഫിക്കന്റ് എറർ. അതെ അതെ. അപ്പോ ഈ റെലവൻസും ഫെയ്ത്ത്ഫുൾ റെപ്രസന്റേഷനുമാണ് ഏറ്റവും ബേസിക്. ഇനി ഇവയെ കൂടുതൽ ബെറ്റർ ആക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രായോഗികമായി ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇപ്പോ വളരെ പെട്ടെന്ന് വിവരം കിട്ടണം, ടൈംലിനെസ്, പക്ഷെ അത് ഫുൾ കറക്റ്റുമായിരിക്കണം, ഫെയ്ത്ത്ഫുൾ റെപ്രസന്റേഷൻ. ഇതിനിടയിൽ ഒരു ബാലൻസ് വേണ്ടിവരില്ലേ? വളരെ വളരെ നല്ലൊരു പോയിന്റാണത്. അതാണ് ഈ എൻഹാൻസിംഗ് ക്വാളിറ്റീസ് വരുന്നത്. അവ ഈ ഫണ്ടമെന്റൽ ക്വാളിറ്റീസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, താരതമ്യക്ഷമത, കമ്പാരബിലിറ്റി. ഒരേ കമ്പനിയുടെ പല വർഷത്തെ പെർഫോമൻസ് തമ്മിലോ അല്ലെങ്കിൽ ഒരേ ഇൻഡസ്ട്രിയിലെ 2 കമ്പനികളുടെ പെർഫോമൻസ് തമ്മിലോ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ഇതിന് കമ്പനികൾ ഒരേ അക്കൗണ്ടിംഗ് പോളിസി, സ്ഥിരമായി കൺസിസ്റ്റൻസി ഫോളോ ചെയ്യണം. മാറ്റം വരുത്തിയാൽ അത് പറയണം. ഡിസ്ക്ലോഷർ. 2, സ്ഥിരീകരിക്കാനുള്ള കഴിവ്, വെരിഫയബിലിറ്റി. ഒരു ഇൻഫർമേഷൻ ശരിയാണോ എന്ന് വേറൊരാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റണം. ഉദാഹരണത്തിന്, ബാങ്കിലെ കാശ് സ്റ്റേറ്റ്മെന്റ് നോക്കി വെരിഫൈ ചെയ്യാം, ഡയറക്റ്റ് വെരിഫിക്കേഷൻ. അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ വാല്യൂ കണക്കാക്കിയ മെത്തേഡ് നോക്കി വെരിഫൈ ചെയ്യാം, ഇൻഡയറക്റ്റ് വെരിഫിക്കേഷൻ. ശരി. 3, സമയബന്ധിതത്വം, ടൈംലിനെസ്. ഡിസിഷൻ എടുക്കാൻ വൈകി ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പറ്റുന്നത്ര നേരത്തെ വിവരങ്ങൾ കിട്ടണം. 4, മനസ്സിലാക്കാനുള്ള കഴിവ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ടും ലളിതമായിട്ടും പ്രസന്റ് ചെയ്യണം. എന്നാൽ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ ഒഴിവാക്കണമെന്നല്ല ഇതിനർത്ഥം. ബിസിനസ്സിനെക്കുറിച്ചും അക്കൗണ്ടിങ്ങിനെക്കുറിച്ചും ഒരു റീസണബിൾ നോളജ് ഉള്ള ഒരാൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. നിങ്ങൾ ചോദിച്ച ബാലൻസിങ്ങിന്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോ കൂടുതൽ കൃത്യതയ്ക്ക് ഫെയ്ത്ത്ഫുൾ റെപ്രസന്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്താൽ വിവരം ലേറ്റ് ആവാം. ടൈംലിനെസ്, അവിടെ ഒരു ട്രേഡ് ഓഫ് വരും. ഒരു ബാലൻസ് കണ്ടെത്തണം. ഏറ്റവും യൂസ്ഫുള്ളായ വിവരം കൊടുക്കുക എന്നതാണ് എയിം. കൊള്ളാം. ഇനി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ആ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളിലേക്ക് വരാം. ആസ്തി, അസറ്റ്; ബാധ്യത, ലയബിലിറ്റി; ഇക്വിറ്റി, വരുമാനം, ഇൻകം; ചെലവ്, എക്സ്പെൻസ്. ഇവയെ ഈ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സിമ്പിളായിട്ടൊന്ന് പറയാമോ? പറയാം. ആസ്തി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പണ്ട് നടന്ന ഒരു സംഭവത്തിന്റെ ഫലമായിട്ട് കമ്പനി കൺട്രോൾ ചെയ്യുന്നതും ഭാവിയിലെ ഇക്കണോമിക് ബെനിഫിറ്റ്സ്, അതായത് പണമോ മറ്റു നേട്ടങ്ങളോ തരാൻ കഴിവുള്ളതുമായ ഒരു ഇപ്പോഴത്തെ ഇക്കണോമിക് റിസോഴ്സാണ്. ഉദാഹരണം, ഒരു മെഷീനറി, കയ്യിലുള്ള സ്റ്റോക്ക്, ബാങ്കിലെ പണം. ബാധ്യത എന്ന് പറഞ്ഞാൽ അതും പണ്ട് നടന്നൊരു സംഭവത്തിന്റെ ഫലമായിട്ട് ഭാവിയിൽ ഒരു ഇക്കണോമിക് റിസോഴ്സ്, സാധാരണയായി പണം, മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു ഒബ്ലിഗേഷൻ, ഒരു കടമയാണ്. ഉദാഹരണം, ബാങ്കിൽ നിന്നെടുത്ത ലോണ്, സപ്ലയർക്ക് കൊടുക്കാനുള്ള പൈസ. ഇക്വിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ മൊത്തം ആസ്തികളിൽ നിന്ന് അതിന്റെ എല്ലാ ബാധ്യതകളും കുറച്ചാൽ കിട്ടുന്ന ആ ബാക്കി വരുന്ന ഇൻട്രസ്റ്റ് ആണ്.
ഇത് ഓണേഴ്സിന്റെ കമ്പനിയിലുള്ള അവകാശത്തെയാണ് കാണിക്കുന്നത്. റൈറ്റ്. വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൽ ഇക്വിറ്റി കൂടാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇത് അസറ്റ് കൂടുന്നതിലൂടെയോ, ഉദാഹരണം സെയിൽസ് നടക്കുമ്പോൾ കാശ് കൂടുന്നു, അതെ, അല്ലെങ്കിൽ ലയബിലിറ്റി കുറയുന്നതിലൂടെയോ ആകാം. പക്ഷേ ഓണേഴ്സ് നേരിട്ട് കൊണ്ടുവരുന്ന പണം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വരുമാനമല്ല. അല്ല. ചെലവുകൾ നേരെ തിരിച്ച് ഇക്വിറ്റി കുറയാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇത് അസറ്റ് കുറയുന്നതിലൂടെയോ, ഉദാഹരണം സാലറി കൊടുക്കുമ്പോൾ കാശു പോകുന്നു, അതെ, അല്ലെങ്കിൽ ലയബിലിറ്റി കൂടുന്നതിലൂടെയോ, ഉദാഹരണം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു, ബില്ല് വന്നു, അപ്പോൾ കൊടുക്കാൻ ബാധ്യത കൂടി ആകാം. ഓണേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കില്ല. ശരി. ഈ ഡെഫിനിഷൻസ് ഒക്കെ ക്ലിയറായി. പക്ഷേ ഒരു കാര്യം, ഈ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് അത് ഉടനെ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുമോ? എപ്പോഴാണ് ഇവയെ ശരിക്കും ഈ ബാലൻസ് ഷീറ്റിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതാണോ ഈ അംഗീകാരം അല്ലെങ്കിൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? അതെ, അതാണ് റെക്കഗ്നിഷൻ. ഒരു ഐറ്റം മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യണം. അതുമാത്രം പോരാ, അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് വഴി കിട്ടുന്ന ഇൻഫർമേഷൻ യൂസേഴ്സിന് റെലവന്റുമായിരിക്കണം. അത് റിയാലിറ്റിയെ ഫെയ്ത്ത്ഫുള്ളായി റെപ്രസെന്റ് ചെയ്യുന്നതുമായിരിക്കണം. ഈ 2 കണ്ടീഷനും മീറ്റ് ചെയ്താലേ അതിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ രേഖപ്പെടുത്തൂ. ഓ, അപ്പോൾ ചിലപ്പം ഡെഫിനിഷൻ മീറ്റ് ചെയ്താലും റെക്കഗ്നൈസ് ചെയ്യില്ല. ചിലപ്പോൾ ഒരു കാര്യം ഡെഫിനിഷൻ മീറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് യൂസ്ഫുൾ ഇൻഫർമേഷൻ തരില്ലായിരിക്കും. ഉദാഹരണത്തിന്, ഒരു അസറ്റ് കിട്ടാനോ ഒരു ലയബിലിറ്റി ഉണ്ടാകാനോ ഉള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ, ലോ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഹൈ മെഷർമെന്റ് അൺസർട്ടനിറ്റി, അതിന് റെക്കഗ്നൈസ് ചെയ്യില്ല. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടിയേക്കാവുന്ന ഒരു എമൗണ്ട്, കണ്ടിൻജന്റ് അസറ്റ്, പക്ഷെ അത് കിട്ടുമെന്നൊരു ഉറപ്പുമില്ല. അപ്പോൾ IAS 37 അനുസരിച്ച് അതിനെ അസറ്റായിട്ട് കാണിക്കില്ല, നോട്ട്സിൽ മെൻഷൻ ചെയ്യുള്ളൂ. അതുപോലെ ഒരു അസറ്റിന്റെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ, ഉദാഹരണം ഒരു മെഷീൻ വിറ്റു, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ഇല്ലാതാവുമ്പോൾ, ഉദാഹരണം ലോൺ മുഴുവൻ അടച്ചു തീർത്തു, അതിനെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒഴിവാക്കും. അതിനെ ഡീറെക്കഗ്നിഷൻ എന്ന് പറയും. കൊള്ളാം, നന്നായി വിശദീകരിച്ചു. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാ സംസാരിച്ചത്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്തിനു വേണം? പിന്നെ IFRS പോലുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്കുള്ള മാറ്റം, അതിന്റെ പിന്നിലെ പ്രിൻസിപ്പിൾസും സ്ഥാപനങ്ങളും IASB, ISSB, ഈ നിയമങ്ങൾക്കൊക്കെ ബേസ് ആയിട്ടുള്ള കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവാനുള്ള ക്വാളിറ്റീസ്, റെലവൻസ്, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ, പിന്നെ റിപ്പോർട്ടുകളിലെ ബേസിക് എലമെന്റ്സ്, അസറ്റ്, ലയബിലിറ്റി ഒക്കെ, അവയെ എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നതുവരെ സംസാരിച്ചു. അതെ, ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ IFRS പോലുള്ള പ്രിൻസിപ്പിൾസ് ബേസ്ഡ് സിസ്റ്റം എങ്ങനെയാണ് നിയമങ്ങൾക്കൊരു സ്ട്രക്ചർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ സിറ്റുവേഷനിലും പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നത് എന്നതാണ്. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. നിയമം ഉണ്ടാക്കുന്നവരും അത് ഫോളോ ചെയ്യുന്നവരും റിപ്പോർട്ട് ഉണ്ടാക്കുന്നവരുമെല്ലാം ഈ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയാൽ മാത്രമേ റിപ്പോർട്ടിങ്ങിന്റെ ക്വാളിറ്റി ഉറപ്പാക്കാൻ പറ്റൂ. അൾട്ടിമേറ്റ് ലക്ഷ്യം ഒന്ന് തന്നെ, നിങ്ങളെപ്പോലുള്ള യൂസേഴ്സിന് ശരിയായ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, ക്ലിയർ ആയിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ കൊടുക്കുക. തീർച്ചയായും. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്ന്. ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിലെ വെറും നമ്പറുകൾക്കപ്പുറം ആ ഇൻഫർമേഷൻ എത്രത്തോളം വിശ്വസിക്കാം, അത് വെച്ച് എന്ത് തീരുമാനങ്ങൾ എടുക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസോടെ വിലയിരുത്താൻ പറ്റും. വെറുതെ ഒരു ലാഭക്കണക്ക് കാണുന്നതിന് പകരം അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അതിലെത്രത്തോളം വിശ്വസിക്കാം എന്നൊക്കെ ചിന്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. കറക്റ്റാണ്. ഒരു അവസാനത്തെ ചിന്ത കൂടി പറയാം. ബിസിനസ്സുകൾ ഇന്ന് കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അവ ഗ്ലോബലാണ്. അതിൻ്റെ കൂടെ ക്ലൈമറ്റ് ചേഞ്ച്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലുള്ള ഈ സസ്റ്റൈനബിലിറ്റി കാര്യങ്ങൾ ബിസിനസ്സിന്റെ നിലനിൽപ്പിന് തന്നെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിന്ന് സംസാരിച്ച ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കുകൾക്ക് ഭാവിയിൽ എന്ത് മാറ്റങ്ങൾ വേണ്ടിവരും? ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ കൂടെ ഈ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും
സസ്റ്റൈനബിലിറ്റി പോലുള്ളവ ഒരുപോലെ ഇമ്പോർട്ടൻസോടെ വിശ്വസനീയമായി റിപ്പോർട്ട് ചെയ്യാൻ ഈ തത്വങ്ങൾ ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടി വരില്ലേ? നിങ്ങളിതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു?